വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത്? ഓപ്ഷൻ ബി സവർണ ജാഥ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? ആൻസർ ഓപ്ഷൻ സി 1917. പ്രാതിനിധ്യമല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി ജെയിംസ് ഓട്ടിസ്. കറുപ്പ് വ്യാപാരവും തുറന്നവാതിൽ നയവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ചൈനീസ് വിപ്ലവം. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ജനറൽ ആര്? ഓപ്ഷൻ ബി അന്റോണിയോ ഗുട്ടറസ്. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം? ആൻസർ ഓപ്ഷൻ ഡി നാസ്ക. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം? ആൻസർ ഓപ്ഷൻ എ ലോക്ടക്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ്? ഓപ്ഷൻ സി പശ്ചിമവാതങ്ങൾ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആഗ്നേയ ശിലകൾ. കേരളത്തിൽ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം? ഓപ്ഷൻ ഡി കുണ്ടറ. മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം? ഓപ്ഷൻ സി യമൻ. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ സി 1982. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ക്ഷീരോത്പാദനം. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഓപ്ഷൻ എ 4-ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. 1991-ലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. ഇതാണ് ഉദാരവൽക്കരണ നയങ്ങൾ ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നവ: ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക. ഇവയാണ് ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26-ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. 2024-ൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69-ാമത് അംഗമായ രാജ്യം ഏത്? ഓപ്ഷൻ എ ഇസ്രായേൽ. ഇന്ത്യയിൽ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4 ശരിയായ പ്രസ്താവനകൾ. 1. പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. 2. പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 40 ആണ്. 4. ഇന്ത്യയിൽ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാം? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14, 19, 21. താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏത്? ഓപ്ഷൻ സി സൈബർ നിയമങ്ങൾ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആര്? ഓപ്ഷൻ ബി ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 2, 4. 1 പരിത്യാഗം, 2
പൗരത്യ അപഹാരം. 4. നിർത്തലാക്കൽ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ഓപ്ഷൻ സി ടി ഗുഗേഷ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഓപ്ഷൻ ഡി ഗ്യാനേഷ് കുമാർ. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? ഓപ്ഷൻ സി 1600. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ 1 മാത്രം. കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം? ഓപ്ഷൻ ഡി ഫീസ് ഇല്ല. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി മുഖ്യമന്ത്രി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. 1. സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. 3. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? ഓപ്ഷൻ സി 15ാമത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ബി കെ സ്മാർട്ട്. ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഓപ്ഷൻ ബി റിവറ്റ് പോപ്പർ സിദ്ധാന്തം. HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആന്റി റിട്രോവൈറൽ തെറാപ്പി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഉണർവ്. ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സൈക്ലോസ്പോറിൻ എ. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 1, 2, 4. 1 ന്യൂട്രോഫിൽ, 2 മോണോസൈറ്റ്, 4 മാക്രോഫാജസ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി കരിമ്പുഴ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി 1, 2. 1 മൈക്രോ RNA കണ്ടുപിടുത്തം. 2 ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി പഹൽഗാം. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണം ഏത്? ഓപ്ഷൻ ഡി വയലറ്റ്. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഓപ്ഷൻ സി കർഷണ ബലം. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഓപ്ഷൻ ബി ഖരം. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി
ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ സി S-400 TRIUMF. ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം. ഓപ്ഷൻ ബി കുറയുന്നു. അറ്റോമിക സംഖ്യ 20 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? ഓപ്ഷൻ എ എസ് ബ്ലോക്ക്. അമോണിയയുടെ തന്മാത്രാ ഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കും? ഓപ്ഷൻ ഡി 44.8 ലിറ്റർ. താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി നൈട്രിക് ആസിഡ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തതേത്? ഓപ്ഷൻ ഡി കൂടിയാട്ടം. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു? ഓപ്ഷൻ സി GV രാജ. തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഏത്? ഓപ്ഷൻ ബി കുഞ്ഞനന്ദൻ നായർ. താരിത് മാമക ഹൃദയം വീണിതു ചേരട്ടേനിൻ തൃച്ചേവടിയിൽ പാപശിലാകൂടത്തിനുമുയരാം കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി സുഗതകുമാരി ഇരുൾച്ചിറകുകൾ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ? ഓപ്ഷൻ എ പായൽ കപാഡിയ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവാര്? ഓപ്ഷൻ എ പ്രഭാവർമ്മ. ഡേഷിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? ഓപ്ഷൻ ബി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. HDMIയുടെ പൂർണ്ണ രൂപം എന്ത്? ഓപ്ഷൻ സി ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ജിംബിൽ ഒരു ആനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡേഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ഓപ്ഷൻ എ GIF. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത്? ഓപ്ഷൻ സി ഗൂഗിൾ. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം? ഓപ്ഷൻ ബി 2. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകൾ ഉണ്ട്? ഓപ്ഷൻ ഡി 107. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്ന്? ഓപ്ഷൻ ബി 2005 സെപ്റ്റംബർ 13. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി? ഓപ്ഷൻ ഡി സമയപരിധി ഇല്ല. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ തലശ്ശേരി. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്? ഓപ്ഷൻ ബി മിഥുൻ ചക്രവർത്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം? ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12.